എങ്ങനെയാണ് ഉണ്ടായത്? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഭൂമി ഉണ്ടായത് എങ്ങനെയാണെന്ന്. പക്ഷേ ശാസ്ത്രത്തിന് പോലും ഉത്തരം മുട്ടുന്ന രീതിയിൽ അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ മനസ്സിലാക്കിക്കോ. ഒരു വലിയ ഗോളം പൊട്ടിയിട്ടാണ് 9 ഗ്രഹങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ 9 ഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഗ്രഹമാണ് നാം ഈ അധിവസിക്കുന്ന ഭൂമിയെന്ന് ഈ ശാസ്ത്രം പറയുന്നുവെങ്കിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ തുടങ്ങിയ 9 ഗ്രഹങ്ങളുണ്ട് എങ്കിൽ അതിലൊന്നാണ് ഭൂമിയെങ്കിൽ ഈ ഭൂമിക്ക് മറ്റുള്ള 8 ഗ്രഹങ്ങളെ അപേക്ഷിച്ചൊരു പ്രത്യേകത അല്ലാഹു നൽകിയിട്ടില്ലേ? വൽ അർള വദഅഹാ ലിൽ അനാം. ഒരു ഗോളത്തിൽ നിന്നാണ് ഈ 9 എണ്ണം പൊട്ടിത്തെറിച്ചത്. ഈ 9 എണ്ണത്തിൽ ഒന്നിലാണ് അല്ലാഹു മനുഷ്യവാസം നൽകിയിട്ടുള്ളത്. മനുഷ്യന് സ്വൈരവിഹാരം നടക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഈ 9 എണ്ണത്തിൽ നിന്ന് പൊട്ടിവന്ന ഒന്നിലാണ്. മറ്റുള്ള 8നെയും അപേക്ഷിച്ചുകൊണ്ടൊരു പ്രത്യേകത ഈ ഭൂമിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ആ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിന്ന് കാണുന്നത് പോലെ മണ്ണിന്റെ പ്രതലമല്ല വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ശാസ്ത്രത്തിന് മറുപടി എന്താ പറയാൻ കഴിയുക? ആ ഭൂമിയെ അല്ലാഹു മാറ്റിപ്പോയിരിക്കുന്നു. പരലോകത്ത് വരുമ്പോൾ ഭൂമി അതാ മണ്ണാണോ? അല്ല. പാറയാണോ? അല്ല. മാർബിളാണോ? അല്ല. ഇന്നതാണെന്ന് ഖണ്ഡിതമായി തറപ്പിച്ച് ഖുർആനിലും കാണില്ല, ഹദീസിലും കാണില്ല. ചില പണ്ഡിതന്മാര് ചില തെളിവുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ചു കൊണ്ടിട്ട് അവര് പറഞ്ഞു തന്നു. ഖണ്ഡിതമായി പറയാൻ കഴിയില്ലെങ്കിലും നമുക്ക് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് മഹ്ശറയുടെ പ്രതലം അല്ലാഹു ലോഹത്തകിട് കൊണ്ടാ സൃഷ്ടിച്ചിരിക്കുന്നത്. കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് പഴുത്തു കിടക്കുന്ന മണലാരുണ്യത്തിരുന്ന് ചവിട്ടുമ്പോൾ നമ്മുടെ കാലുകൾക്ക് വലിയ ചൂട് അനുഭവപ്പെടുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയെ സജ്ജീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? ലോഹത്തകിട് പഴുപ്പിച്ചിട്ടാണ്. ഇരുമ്പ് പഴുപ്പിച്ചിട്ട് അതിന്റെ മുകളിലതാ മനുഷ്യന്മാരെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. എങ്ങോട്ടും ചലിക്കാൻ കഴിയുന്നില്ല. ചലിക്കാൻ കഴിയാത്ത രീതിയിലതാ ലോഹത്തകിടിലാണ് അല്ലാഹു ആ മഹ്ശറയെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംവിധാനം, ഇങ്ങനെയുള്ള ഒരു ലോകം അല്ലാഹു എന്തിനാണ് വെച്ചതെന്നറിയുമോ? ഇങ്ങനെയുള്ള ഒരു ലോകം ഉണ്ട് എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് വിശ്വസിക്കലും ഈമാനിന്റെ ഭാഗമാണെന്ന് നാം പറഞ്ഞുവല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം അവസാനിക്കുമെന്നും ഈ ലോകം അവസാനിച്ചതിന് ശേഷം ഒരു പുനരുദ്ധാരണം ഉണ്ട് എന്നും പുനരുദ്ധാരണ ദിവസം മനുഷ്യന്മാരെ എല്ലാം അല്ലാഹുവിന്റെ സവിധത്തിൽ കൊണ്ടുപോകുമെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു ഇങ്ങനെ ഒരു ലോകം സജ്ജീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? മരണത്തിന് ശേഷം ഒന്നുമില്ല. മരണത്തോടുകൂടി എല്ലാം അസ്തമിച്ചു പോയി എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടാകും. മരണത്തോടുകൂടി എല്ലാം ഇവിടെ തീർന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു വിശ്വാസം വെക്കുന്നുവെങ്കിൽ മരണത്തിന് ശേഷം ഒന്നുമില്ല, മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നാണ് വിശ്വാസമെങ്കിൽ ഈ ദുന്യവിയായ ജീവിതത്തിൽ കള്ളു കുടിക്കുന്നവന് എന്നും കള്ളു കുടിച്ചുകൂടെ? വ്യഭിചാരം നടത്തുന്നവന് ആരെയും വ്യഭിചരിച്ചുകൂടെ? പലിശ വാങ്ങുന്നവന് നന്നായി പലിശ തിന്നുകൂടെ? പലിശ കൊടുക്കുന്നവന് നന്നായി പലിശ കൊടുത്തുകൂടെ? അല്ലാഹുവിന്റെ ഖുർആൻ എന്തിനാ പിന്നെ പറഞ്ഞത്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ളുകുടി ഹലാലാക്കിയത് എന്തിനാ? ലാ തഖറബുസ് സിനാ,
വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കണ്ട, വ്യഭിചാരം നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് ഖുർആൻ പറഞ്ഞതെന്തിനാ? ആക്കിലുർ റിബാ വമൂക്കിലഹു വകാതിബഹു വശാഹിദൈഹി എന്ന് പരിശുദ്ധ ദീൻ പറഞ്ഞു തന്നതെന്തിനാ? പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും അതിനുവേണ്ടി രേഖ തയ്യാറാക്കുന്നവനോ അതിന് സാക്ഷി നിൽക്കുന്നവനും ഒരേ ശിക്ഷയാണെന്ന് പരിശുദ്ധ ദീൻ പറഞ്ഞതെന്തിനാ? മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ടെന്നറിയിക്കാനല്ലേ? ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നല്ല കാര്യമായ സംഭാവനകൾ നൽകണം. വലിയ നോട്ടുകളൊന്നും അതിൽ നിക്ഷേപിക്കരുത്. അതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ